അല്ല ഇങ്ങനെ പൊളത്തുനിന്ന് നിൽക്കണ ഫോട്ടോ കണ്ട മക്കളെ, എന്താ ഒരു ലുക്ക്. ഇതെന്താന്ന് വെച്ചാലേ, നമ്മൾ മൂന്നാറിലേക്ക് വരുമ്പോൾ മലനിരകൾ മാത്രം കണ്ട് പ്രകൃതി സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ച് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനൊപ്പം കണ്ട ജീപ്പുകളും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടോ, നമ്മുടെ സഫാരിക്ക് ആളുകളെ കാത്തു കിടക്കുന്ന ജീപ്പുകളായിട്ട് ഇതൊക്കെ. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമ്മളൊരു സ്പീഡ് ബോട്ടിൽ യാത്ര, അതാണ് കേട്ടോ ഈ വീഡിയോ. അതായത് നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിൽ ആനച്ചാൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സൈറ്റ് ഉണ്ട്, സെങ്കുളം ഡാം. ഇത് ആ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ വണ്ടി പോകണട്ടെ കാണണേ. ആ സ്പീഡ് ബോട്ട് വന്ന വരവ് കണ്ടോ. അവനങ്ങോട്ട് മാറ്റിയ ഡ്രിഫ്റ്റ് ചെയ്ത, ഇല്ലെങ്കിൽ അതും കൂടെ നമുക്ക് കിട്ടിയേനെ. പക്ഷേ യോഗോ ലമ്മിണിയെ പായ മടക്കി യോഗോ എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി. അവനെ ഡ്രിഫ്റ്റ് ചെയ്യണ കാണാൻ പറ്റിയില്ല. അതെന്തായാലും പോട്ടെ. തിരിച്ചു വന്നു, അവനെ നോക്കി അവരുടെ വണ്ടിയിൽ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ടാറ്റയും കൊടുത്ത് വിട്ട് രങ്ങാട്ടത്. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് നല്ല നട്ടക്കൊന്നും വെയിലത്താണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നല്ല തണുത്ത കുളിർക്കാറ്റൊക്കെ ആസ്വദിച്ച് ഈ രണ്ട് സൈഡിലും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ മലയുടെ താഴ്വാരത്തിൽ കൂടെ സെങ്കുളം ഡാമിൻ്റെ ആ ഒരു ഡാം സൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് സ്പീഡ് ബോട്ടിലും അതല്ലാണ്ട് പെഡൽ ബോട്ട് വേണ്ടവർക്ക് അങ്ങനെയും, ഇനി അതുമല്ല അവിടെ ഉദ്യാനത്തിലിരുന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ സൊറ പറഞ്ഞിരിക്കാനോ പറ്റുന്ന സൗകര്യത്തിന് വരാനൊക്കെ ആണെങ്കിൽ അങ്ങനെയും ഒക്കെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. അപ്പോൾ സ്ഥലം മറക്കണ്ട. അതായത് നമ്മുടെ അടിമാലിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിക്ക് ആനച്ചാൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 1.5 കിലോമീറ്ററും കാണൂല, കഷ്ടി 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ